പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വിക്രത്തിനെയും വേദയിനെയും തമ്മിൽ പിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പൊളിയുമ്പോ ശ്രീകാന്തിനെതിരെ വിക്രത്തിന്റെ കളി തുടങ്ങുന്നുണ്ട്. സുധാകര മാഷിനെ തട്ടിക്കൊണ്ടുപോയി വേദേനെ ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് വരുത്താനുള്ള ശ്രീകാന്തിന്റെ ശ്രമങ്ങളെല്ലാം മനസ്സിലാക്കിയ വിക്രം ശ്രീകാന്തിനിട്ട് പണി കൊടുക്കാനായി മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അന്നേരം വേദ ചായയുമായി വിക്രത്തിന്റെ അരികിലോട്ട് പോകുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് വിക്രം ചായ മേടിക്കുക. അന്നേരം വേദയോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്ക്, എനിക്കൊരു കാര്യം പറയണം. അന്നേരം വേദ ചോദിക്കുക, എന്താ? അന്നേരം ഇത് കേട്ട് വിക്രം പറയുക, നിന്റെ ഏട്ടൻ എന്റെ അച്ഛനെയും എന്നെയും നിന്നെയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അയാളുടെ ഉള്ളിലെ പക അപ്പോഴും ഉണ്ട്. ഇത് കേട്ട് വേദ പറയുക, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും വിക്രം? എന്റെ ഏട്ടനായി പോയില്ലേ, ഏട്ടന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് എനിക്കും അറിയാം, എന്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. നിന്റെ ഏട്ടനെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം, എന്നാലേ അയാൾ അടങ്ങും. ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ മനസ്സിൽ? വിക്രം പറയുക, അതൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ കമ്പനി ചുമതലകളെല്ലാം എന്റെ ശ്രീയേട്ടനും വിശ്വസാറിന്റെ അച്ഛനും കൂടിയല്ലേ നടത്തി പോകുന്നത്? അന്നേരം വേദ പറയുക, ആ അതെ, അതിനെന്താ? അന്നേരം വിക്രം പറയുക, അതൊക്കെയുണ്ട്. നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങളുടെ സ്വത്തുക്കളൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. ദർശൻ സാറുമായുള്ള നിന്റെ വിവാഹം നടന്ന ആ സ്വത്തെല്ലാം നിങ്ങളിൽ തന്നെ നിൽക്കും. അന്നേരം വേദ പറയുക, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കൊരു സ്വത്തിന്റെ ആവശ്യവുമില്ല. എല്ലാം ഏട്ടനും ആരെന്ന് വെച്ചെടുത്തോട്ടെ. അന്നേരം വിക്രം പറയുന്നുണ്ട്, അതൊക്കെ നിന്റെ ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ എന്റെ സ്വത്തിലോ പണത്തിലോ ഞാനോ എന്റെ വീട്ടുകാരോ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. എന്റെ സ്വത്തുക്കളും ഇവിടെ ആർക്കും വേണ്ട. പക്ഷേ നമുക്കൊരു കളി കളിക്കാം. കമ്പനിയിലെ ചുമതലകൾ നീയും കൂടി ഏറ്റു നടത്തണം. സത്യം പറഞ്ഞ അതിന്റെ എല്ലാം യഥാർത്ഥ അവകാശി നീയല്ലേ? ഇത് കേട്ട് വേദ പറയുക, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അവകാശവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോണോന്നാ പറയുന്നേ? എടി, അങ്ങനെയല്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താ മതി. നിന്റെ അച്ഛനോട് പറയണം, കമ്പനിയിലെ ചുമതല കൂടി എനിക്ക് നോക്കി നടത്തണമെന്ന്. നിന്റെ അച്ഛന് അതിനൊന്നും സമയമില്ലല്ലോ. നിന്റെ ശ്രീയേട്ടനും ചന്ദ്രശേഖരനും കൂടി അവിടെ ഭരിക്കുക. നീ അതിനെ അനുവദിച്ചു കൊടുക്കരുത്. എന്നെ ഒന്ന് പേടിക്കട്ടെ, എനക്കൊന്നും വേണ്ട. നിന്റെ അച്ഛൻ അറിയാതെ പല തിരിമറികളും അവിടെ നടക്കുന്നുണ്ട്. കോടികളുടെ ബിസിനസ്സാ അത്. ഞാൻ തൊഴിലാളികളിൽ നിന്നും അറിഞ്ഞതാ. നിന്റെ അച്ഛനെ പറ്റിച്ച് കള്ളക്കണക്കുകളും രേഖകളും ഉണ്ടാക്കിയ കമ്പനിയും ബിസിനസ്സും ഒക്കെ നടത്തുന്നത്. അത് നിനക്കറിയാമോ? ഇത് കേട്ട് വേദ എട്ടലോടെ വിക്രത്തിനെ നോക്കുന്നുണ്ട്. ശരിയാണോ നിങ്ങൾ പറഞ്ഞത്? നേരെ വിക്രം പറയുക, അതെ, നിന്നോട് ഞാനത് പറയാത്തതാ. കാരണം അതിലൊന്നും എന്നെ ഉൾക്കൊള്ളിക്കണ്ട എന്ന് തോന്നി. സ്വത്തുക്കളിൽ നീ ഇടപെടേണ്ടെന്ന് കരുതി. പക്ഷേ നിന്റെ ഏട്ടൻ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അതൊക്കെ പൊളിച്ച് കൈ കൊടുക്കണ്ടേ? നീ തന്നെ പറയേ. സത്യം പറഞ്ഞ നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡ് നിന്റെ ഏട്ടൻ തന്നെയാ. നിന്റെ അച്ഛന്റെ മുന്നിൽ പാവത്താൻ കളിച്ചു നിൽക്കും. ആ മനസ്സിൽ എന്താന്നൊക്കെ എനിക്കറിയാം. സ്വത്തില് മാത്രമാ നിന്റെ ഏട്ടന്റെ കണ്ണ്. അതിനുവേണ്ടിയല്ലേ എന്നെ അവൻ കൊല്ലാൻ ശ്രമിക്കുന്നത്, എന്നെയും നിന്നെയും അകറ്റാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ട് വേദ പറയുക, ഞാൻ അച്ഛനുമായി സംസാരിക്കാം. ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ഞാൻ കണ്ടുപിടിക്കും. കമ്പനിയിലെ എല്ലാ കണക്കുകളും ഞാൻ പരിശോധിക്കും. തുറപ്പ അച്ഛന് തെളിവ് സഹിതം ഞാൻ അത് കാണിച്ചും കൊടുക്കും. ഇത് കേട്ട് വിക്രം വേദയെ നോക്കി ചിരിക്കുക. നേരം വേദ പറയുന്നുണ്ട്, ഏട്ടനെ പാഠം പഠിപ്പിച്ച് നടന്നാ മാത്രം മതിയോ? എന്താ വിക്രത്തിന്റെ പ്ലാൻ? നേരം വിക്രം പറയുന്നുണ്ട്, എനിക്കെന്താ പ്ലാൻ? വർക്ക്ഷോപ്പിലോട്ട് പോണം. പിന്നെ ശ്രീനി സാറുമായുള്ള ബന്ധം നീയും അച്ഛനും കൂടി ചേർന്ന് അവസാനിപ്പിച്ചല്ലോ. ഇത് കേട്ട് വേദ പറയുക, അത് മാത്രം മതിയോ? എന്റെ മനസ്സിലും ചില പ്ലാനൊക്കെ ഉണ്ട്. അലമാരയിൽ നിന്നും അങ്ങനത്തെ പഴയ ബുക്സ് ഒക്കെ ഞാൻ എടുത്തു. അതൊക്കെ എടുത്ത് പഠിക്കണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഇതാ എന്റെ ആഗ്രഹം. നേരം വിക്രം പറയുന്നുണ്ട്, നീ ഒന്ന് പോയേ. അതൊന്നും നടക്കാത്ത കാര്യമാ. ആ ടച്ചൊക്കെ പോയി. എന്നേരം വേദ പറയുക, പറ്റില്ല, നിങ്ങളെ കൊണ്ട് പറ്റൂ. കോളേജിലെ ബ്രില്യന്റ് ആയ സ്റ്റുഡന്റ് ആയിരുന്നില്ലേ? ഇനി എപ്പോഴോ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് കരുതി എല്ലാം ഉപേക്ഷിക്കണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അവസാനിപ്പിച്ചെടുത്തുനിന്ന് തുടങ്ങണം എല്ലാം. എന്നിട്ട് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ നിങ്ങളാകണം. എന്നിട്ടാണ് എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളെ കൊണ്ട് നിർത്താൻ. അച്ഛന്റെ അന്തസ്സിനും യോഗ്യതയ്ക്കും ചേർന്ന മരുമകൻ തന്നെയാണ് ഇതെന്ന് പറയാൻ ഇത് നടക്കും. ഏത് ചിരിച്ചുകൊണ്ട് പറയുക. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഓ, അപ്പൊ നിന്റെ മനസ്സിൽ ഇതൊക്കെയാണ് നടക്കുന്ന കാര്യം. മാത്രം സ്വപ്നം കണ്ടാ മതി. അന്നേരം വേദ പറയുക, നിങ്ങൾ പറയുന്നതല്ല ഞാൻ അനുസരിക്കുന്നില്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? വിക്രം. അന്നേരം വിക്രം വേദി നോക്കിയിട്ട് പറയുക, ഞാനൊന്ന് ആലോചിക്കട്ടെ. നേരം ചിരിച്ചുകൊണ്ട് ഇത് അവിടുന്ന് പോകുന്നുണ്ട്. നേരം വിക്രത്തിന്റെ മനസ്സിൽ ഇത് ആഗ്രഹിക്കുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ ആയി തീരണമെന്ന് വിക്രത്തിന്റെ മനസ്സും ഒരുപാട് കൊതിക്കുന്നുണ്ട്. വേദയും ഒത്തിരി പുതിയ ജീവിതം വിക്രം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം വേദയും ബൈക്കിൽ കയറി പോകുന്നുണ്ട്. വേദ ഓഫീസിലേക്കും വിക്രം വർക്ക്ഷോപ്പിലോട്ടും. അന്നേരം വേദ ഓഫീസിൽ വിട്ട ശേഷം വേദ വിക്രത്തിനോട് പറയുക, ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം അച്ഛനെ കാണാൻ പോകും. നിങ്ങൾ രാവിലെ പറഞ്ഞ കാര്യം ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ. നാളെ തന്നെ കമ്പനിയിലെ എന്റെ ജോലി തുടങ്ങാം. നേരം ചിരിച്ചുകൊണ്ട് വിക്രം പറയുക, ശരിയെന്ന ഇത്രയും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോവുക. എന്നിട്ട് വേദ ശങ്കരനാരായണനെ കാണാനായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശങ്കരൻ ചോദിക്കുന്നുണ്ട്, നീ വെറുതെ വന്നതാണോ അതോ എന്തെങ്കിലും പറയാനാണോ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. എന്താ കാര്യം? ഇത് കേട്ട് വേദ പറയുക, ഇത്രയും വർഷങ്ങളായി കമ്പനിയിലെ മേൽനോട്ടവും നടത്തിപ്പും എല്ലാം ശ്രീയേട്ടനും ചന്ദ്രശേഖരൻ അങ്കളും കൂടെയാണ് നടത്തി പോകുന്നത്. മറ്റൊന്നും കരുതരുത്. ആ സ്വത്തിന്റെ എല്ലാം അവകാശം കൊണ്ട് പറയുവല്ല. അതൊന്നും എനിക്ക് വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ കമ്പനിയിലെ ചുമതലകളെല്ലാം ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് ശങ്കരൻ എട്ടലോടെ ഇതേ നോക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നീ നോക്കാന്നോ? അതിന് നിനക്ക് എന്തറിയാം? ശ്രീകാന്ത് അല്ലേ
ഇത്രയും നാളും അതൊക്കെ നോക്കി നടത്തിയത് കുഴപ്പമില്ലാതെ പോകുന്നുമുണ്ട്. പെട്ടെന്ന് എന്താ നിനക്കിങ്ങനെ തോന്നാൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അച്ഛനിപ്പോ എന്നോടൊന്നും ചോദിക്കരുത്, ഇതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്റെ പേരിലോട്ട് സ്വത്തുക്കൾ മാറ്റണമെന്നോ ഇതിന്റെ എല്ലാ അവകാശം എനിക്ക് കൂടി വേണമെന്നോ ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ എന്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും. ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് തടസ്സം നിൽക്കാനാവില്ല. നിനക്കും ശ്രീകാന്തിനെ പോലെ ഇതേ അവകാശമുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ നീ അതെല്ലാം നോക്കി നടത്തണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാനായില്ല. അപ്പോൾ നിന്റെ കേസൊക്കെ എങ്ങനെ നടത്തും? അന്നേരം വേദ പറയുന്നുണ്ട്, ഞാനിടയ്ക്ക് ഓഫീസിലെ കാര്യങ്ങൾക്ക് നോക്കിയിട്ട് പോവാം, അതെന്റെ ജോലിയല്ലേ അച്ഛാ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഇത് നമ്മുടെ സ്വന്തം കമ്പനിയല്ലേ, ഓഫീസല്ലേ. അപ്പോ എപ്പോ വേണമെങ്കിലും വരാനും പോവാനും പറ്റുമല്ലോ. ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട്, ഞാൻ ശ്രീകാന്തിനോട് പറയാം, എന്നാ നാളെ മുതൽ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്ത്. പക്ഷെ ഒരു കാര്യം, ബിസിനസ്സും കമ്പനിയൊന്നും പൊളിയാൻ ഇടവരരുത്, താഴോട്ട് പോകരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നിർവേദ പറയുന്നുണ്ട്, ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതെല്ലാം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. അച്ഛൻ തൽക്കാലം ഇത്രയും അറിഞ്ഞാ മതി, ശരിയെന്ന് പറഞ്ഞ് ഇത് അവിടുന്ന് പോകുന്നുണ്ട്. നിർവീതി കേട്ട് ശങ്കരൻ എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട്. ഇത് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ശങ്കരൻ ചിന്തിക്കുക. അങ്ങനെ ശ്രീകാന്തിന്റെ കാമുകിയും തമ്മിൽ ടൂർ പോവാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. കമ്പനിയിൽ നിന്നും ഒട്ടിച്ച കാശുകൊണ്ട് കാമുകിക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൃത്തിനെയും വേദിനെയും തൽക്കാലത്തേക്ക് ശ്രീകാന്ത് മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ പദ്ധതികളും പൊളിഞ്ഞപ്പോ കൃത്തെ തകർക്കാനായി നല്ലൊരു അവസരത്തിനായി ശ്രീകാന്ത് കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ ശങ്കരൻ ശ്രീകാന്തിനോട് പറയുക, ഏതെന്ന് എന്നെ കാണാൻ വന്നിരുന്നു. നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ അവളുടെ വരവിന്റെ ഉദ്ദേശം? ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട്, അവൾക്ക് കമ്പനി കാര്യങ്ങളെല്ലാം നോക്കി നടത്തണമെന്ന്. നമ്മുടെ ബിസിനസ്സും അതുപോലെ ഈ നോക്കി നടത്തുന്ന കമ്പനിയും എല്ലാം. ഇത് കേട്ട് ശ്രീകാന്ത് ഒറ്റലോടെ ശങ്കരനെ നോക്കുക. എന്താച്ചാ അവൾ അങ്ങനെ പറഞ്ഞോ? അവൾ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇവിടത്തെ സ്വത്തുക്കളോ സമ്പത്തോ ഒന്നും വേണ്ടെന്നും ആ ഗുണ്ട വിക്രത്തെ മാത്രം മതിയെന്നും പറഞ്ഞല്ലേ അവൾ ഈ വീട്ടിന്റെ പടി ഇറങ്ങിയത്. എന്നിട്ടിപ്പോ അവകാശം പറഞ്ഞു വരുന്നോ? നാട്ടി ഇറക്കാത്തെന്തേ അവളെ? ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് എല്ലാം നീ ഒന്ന് കേൾക്ക്, ഇടയ്ക്ക് കയറി സംസാരിക്കാതെ. അന്നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ പറയുക, പിന്നെ ഞാൻ എന്ത് പറയണം? അവനായിരിക്കും അതിന്റെ പിന്നിൽ. ആ വിക്രം സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്താൻ, അവനും അതിൽ അവകാശം നേടാൻ. അതിന് ഞാൻ സമ്മതിക്കില്ല. അവളങ്ങോട്ട് വരട്ടെ, ഞാൻ അവക്ക് കാണിച്ചു കൊടുക്കാം. ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട്, വേണ്ട ശ്രീകാന്ത്, എനിക്കറിയാലോ ആ സ്വത്തിന്റെ എല്ലാ അവകാശം വേദയ്ക്ക് അച്ഛൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അവൾ തന്നെയാ അതെല്ലാം നോക്കി നടത്തേണ്ടത്. പിന്നെ അവൾക്കതിന് പറ്റാത്തത് കൊണ്ട് നീ നോക്കി നടത്തുന്നു. അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ എനിക്കെങ്ങനെ വേണ്ടെന്ന് പറയാനാവും? നോക്കട്ടെ എങ്ങനെയാ കമ്പനി പോകുന്നതെന്ന് നോക്കട്ടെ. ഇത്രയും നാള് നീ അതൊക്കെ നോക്കി നടന്നില്ലേ? കുറച്ചുനാള് ഇനി നീ റെസ്റ്റ് എടുക്ക്. മറ്റു കമ്പനിയിലെ ചുമതലകളെല്ലാം നീയും കൂടി നോക്ക്. ഇത് കേട്ട് ശ്രീകാന്ത് പറയുക, ഓ അച്ഛനെ ഇപ്പോ അവളുടെ വശമായല്ലേ, ഞാനിപ്പോ പുറത്തു. ഇത്രയും നാള് ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ. നീ ഞാനൊന്നും പറയുന്നില്ല, എല്ലാം അച്ഛന്റെ ഇഷ്ടം. പക്ഷെ അധിക നാള് അവൾ അത് നോക്കി നടത്തില്ല. അതിനു മുന്നേ കമ്പനിയെല്ലാം അടച്ചു പൂട്ടുകയും ചെയ്യും, എല്ലാം കുളമാക്കി കയ്യിൽ തരുകയും ചെയ്യും. അച്ഛൻ നോക്കിക്കോ. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട്. നേരം ശങ്കരൻ എന്ത് പറയണമെന്ന് അറിയാതെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. നേരം ദേഷ്യത്തോടെ ഇതിലോട്ട് പോവുക. നേരം ഇത് കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീയേട്ടാ, എന്താ പറ്റിയത്? അച്ഛൻ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചത്? നീലം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇനി കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ പോകുന്നത് ഏതയാണെന്ന് ഇത് പറയാനാ എന്നെ വിളിപ്പിച്ചത്. ഇത് കേട്ട് ഞെട്ടലോടെ ഹർഷ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. ഏതയോ? അതെങ്ങനെ ശരിയാവും? അവക്കതിന് എന്തറിയാം? അല്ലെങ്കിൽ തന്നെ ശ്രീയേട്ടനല്ലേ ഇത്രയും നാള് അതെല്ലാം നോക്കി നടത്തിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീലം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ ഏതയല്ല, ആ വിക്രമാണ്. എനിക്കറിയാം, അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അവനാ. തൽക്കാലത്തേക്ക് ഞാൻ അവനെ വെറുതെ വിട്ടതാ. പക്ഷേ അവന്റെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെയാണെങ്കിൽ അവൻ അധിക നാള് വേദയുടെ ഭർത്താവായി അടക്കില്ല. അന്നേരം ഉടനെ ചന്ദ്രശേഖരനെ വിളിച്ച് പറയുന്നുണ്ട്. എട്ടലോടെ ഇതെല്ലാം കേൾക്കുക. ആകെ വിരളി പിടിച്ചതുപോലെ ചന്ദ്രശേഖരൻ വീട്ടിന് ചുറ്റും നടക്കുന്നുണ്ട്. ഇത് കണ്ട് ദർശൻ ചോദിക്കുക, എന്താ അച്ഛാ, എന്താ പറ്റിയത്? അന്നേരം ഉടനെ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം അറിഞ്ഞോ? ശ്രീകാന്ത് ആയിരുന്നില്ലേ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്? അതുപോലെ കമ്പനിയും അതെല്ലാം ഇനി മുതൽ നോക്കി നടത്താൻ പോകുന്നത് വേദയാണെന്ന് നിരന്തരം ചോദിക്കുന്നുണ്ട്. അച്ഛനോട് ആരാ ഇത് പറഞ്ഞത്? ചന്ദ്രശേഖരൻ പറയുക, എന്നെ ഇപ്പോ വർഷയെ വിളിച്ച് പറഞ്ഞത്. ഇന്ന് ശങ്കരേട്ടനെ കാണാൻ വേദ പോയിരുന്നെന്ന്. ബിസിനസ് എല്ലാം അവള് നോക്കി നടത്താമെന്ന് ശങ്കരേട്ടനോട് പറഞ്ഞെന്ന്. അവക്കാണല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. ശങ്കരേട്ടന്റെ അച്ഛൻ അവളുടെ പേരില മുഴുവൻ സ്വത്തുക്കളും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൾക്കുള്ള അതേ അവകാശവും ഗുണ്ട വിക്രത്തിനും ഉണ്ട്. അവന്റെ ഭരണവും അവിടെ നടക്കുമായിരിക്കും. ഇത്രയും കാലം ഞാനും ശ്രീകാന്തും കൂടി നോക്കി നടത്തിയതായിരുന്നു. ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവൻ തകർത്ത് കളഞ്ഞത്. ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. കുറച്ചുനാള് ഇനി നിങ്ങൾ വിശ്രമിക്ക്, ഏതേയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ചിരിച്ചുകൊണ്ട് അച്ഛൻ അവിടുന്ന് പോകുന്നുണ്ട്. നേരെ ദേഷ്യത്തോടെ വിക്രത്തിനെയും വേദിനെയും ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. പിറ്റേ ദിവസം രാവിലെ വിക്രം വേദയും ശ്രീകാന്തിന്റെ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. ശ്രീകാന്ത് ഇരുന്ന കസേരയിൽ വേദ പോയിരിക്കുക. അന്നേരം വിക്രം വേദയോട് പറയുന്നുണ്ട്, ഈ കാഴ്ച കണ്ട് എന്റെ ശ്രീയേട്ടൻ ഇങ്ങനെ സഹിക്കും? ഇത് കേട്ട് വേദ പറയുക, കുറെ നാള് എന്നെയും നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ? നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി ഞാൻ പറയുന്നത് കേട്ട് എനിക്ക് താഴെ ഒരു അടിമയെ പോലെ ഞാൻ ശ്രീയേട്ടനോട് പെരുമാറും. ഏട്ടനാണെന്ന ചിന്ത ഞാൻ അങ്ങ് മറക്കും. അത്രമാത്രം എന്നെ മാനസികമായി അല്ലാതെയും തകർത്തിട്ടുണ്ട്. പോയിക്കും ശ്രീകാന്ത് ഓഫീസിലോട്ട് കയറി വരുന്നുണ്ട്. അന്നേരം ഒരു തുറന്ന് നോക്കുമ്പോ വേദ തന്റെ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്.
അടുത്ത് വിക്രവും ഇത് കണ്ട് ദേഷ്യം അടക്കാനാവാതെ നിൽക്കുന്നുണ്ട്. നിരുപേത പറയുക, ഓഫീസ് ടൈം 10 മണിയല്ലേ, എന്നിട്ട് എന്താ ഏട്ടൻ ഇത്രയും ലേറ്റ്? എന്നും ഇങ്ങനെയാണോ? ഇങ്ങനെയായ ശരിയാവില്ലല്ലോ. കമ്പനി മുതലാളിയല്ലേ ആദ്യം എത്തേണ്ടത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ തന്നെയാ എല്ലാം നോക്കി നടത്തിയത്. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. ഇപ്പം വരണമെന്നും പോണമെന്നും എനിക്കറിയാം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇതുവരെ അങ്ങനെയായിരിക്കും, പക്ഷേ ഇനി മുതൽ നിനക്ക് മാറ്റം വരാൻ പോവാ. കാരണം ഈ കമ്പനിയിലെ CEO ഞാനാണ് എന്ന് വെച്ചാ ഇവിടുത്തെ ഒരു ഇല അനങ്ങണമെങ്കിൽ ഞാൻ പറയണം. അതുപോലെ ഇനി ഏട്ടൻ ചെയ്ത ജോലികളെല്ലാം ചെയ്യാൻ പോകുന്നത് ഞാനാ. ഫയലെല്ലാം ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ എല്ലാ മാസത്തിലെ കണക്കും എന്നെ ഏൽപ്പിക്കണം. എനിക്ക് അതൊക്കെ ഒന്ന് നോക്കണം. ഇത് കേട്ട് ശ്രീകാന്ത് പറയുക, എന്താ നിന്റെ ഇവന്റെ ഉദ്ദേശം? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇപ്പോഴേ പേടി തുടങ്ങിയോ? കള്ളക്കണക്കുണ്ടാക്കി ലക്ഷങ്ങളും കോടികളും പട്ടിച്ചെടുക്കാൻ ഇനി പറ്റില്ല സാറേ. അളിയ. ഇത് കേട്ട് വിക്രമത്തോടെ വിക്രത്തെ നോക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഇറങ്ങിപ്പോടാ. നേരം വേദ പറയുന്നുണ്ട്, വിക്രം എവിടെ പോവാനാ? എനിക്കുള്ള അതേ അവകാശം വിക്രത്തിനും ഉണ്ട്. ഈ കസേരയിൽ വിക്രം ഇരിക്കും. അതിനെ എതിർക്കാൻ ഏട്ടനെന്നല്ല ആർക്കും അധികാരവും ഇല്ല. മനസ്സിലായല്ലോ? കൂടുതൽ എന്നെ ദേഷ്യം പിടിപ്പിച്ച ചിലപ്പോൾ ഞാനതങ്ങ് ചെയ്യും. ഏട്ട എന്തായാലും ഇന്ന് ബുദ്ധിമുട്ടണ്ട. ഒരു റൂമും അതിനുള്ള ഫെസിലിറ്റീസും റെഡിയാക്കാൻ ജോലിക്കാരോട് ഞാൻ പറയാം. ഇവിടെ തൽക്കാലം ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റൂ. ഏട്ടൻ എന്തായാലും നീ ഇവിടെ സ്ഥാനമില്ല. പ്രത്യേക ഒരു ഓഫീസ് റൂം സെറ്റ് ചെയ്യാൻ ഞാൻ പറയാം. നേരം ദേഷ്യത്തോടെ ശ്രീകാന്ത് പറയുക, നിർത്തിക്കും. നിന്റെ ഇവന്റെയും എല്ലാ അധികാരവും വേണ്ടെന്ന് വെക്കുമ്പോ തലേ കയറി ഇരിക്കുവോ അല്ലേ? ഞാൻ നിന്റെ ജോലിക്കാരനല്ല. നിനക്കുള്ള അവകാശം അതേപോലെ എനിക്കും ഉണ്ട്. അത് നീ മറക്കണ്ട. നിരവേദ പറയുന്നുണ്ട്, ഓഫീസാണ്, വീടല്ല. തർക്കിക്കാനും എനിക്ക് സമയമില്ല. എനിക്ക് വേറെയും ജോലിയുണ്ട്. തൽക്കാലം ഏട്ട പോയി കമ്പനിയുടെ ഫയലും അതുപോലെ എല്ലാ കണക്കുകളും അക്കൗണ്ടന്റ് കയ്യിൽ കൊടുത്തു വിട്. ഞാൻ അതൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഇത് കേട്ട് ദേഷ്യത്തോടെ ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട്. നിരവിക്രം ചിരിച്ചുകൊണ്ട് പറയുക, എന്റെ ഏട്ടൻ ശരിക്കും വെള്ളം കുടിച്ചിട്ടാ പോകുന്നത്. ഇവിടെ നിന്ന് ആണം കെട്ട് ജോലി ഒരിച്ചല്ലേ വിട്ടത് നീ. എന്തായാലും അത് നന്നായി. മനസ്സിലാക്കട്ടെ, അയാളായിട്ട് വരുത്തി വെച്ചതല്ലേ ഇതെല്ലാം. കുറച്ചുനാള് അയാൾ കിടന്ന് ഓടട്ടെ. ഇനി അയാൾക്ക് സ്വസ്ഥത കാണില്ല. നിരവേദ ചിരിച്ചുകൊണ്ട് പറയുക, അത് ശരിയാ. എന്തായാലും ഞാൻ ഫയലൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഇനി ഏട്ടന്റെ കള്ളത്തരമൊന്നും അച്ഛന്റെ മുന്നിൽ നടക്കില്ല. എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഈ കസേരയിൽ ഇറങ്ങൂ. നിരവിക്രം പറയുന്നുണ്ട്, എന്നാ ശരി, നിന്റെ ജോലി നടക്കട്ടെ, ഞാൻ പോവാ. എന്നാ ശരി. ഇതേം പറയുന്നുണ്ട്. വിക്രം അവിടുന്ന് ഒരു വർക്ക്ഷോപ്പിലോട്ട് പോവാ. ശ്രീകാന്ത് അന്നേരം ദേഷ്യത്തോടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശങ്കരനോട് തന്നെ വിക്രത്തിന് മുന്നിൽ ആണം കെടുത്തിയെന്നും അപമാനിച്ചു വിട്ടെന്നും കണക്കല്ല അവളുടെ മുന്നിൽ ബോധിപ്പിക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു അച്ഛ എന്നൊക്കെ ശങ്കരനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ശങ്കരൻ പറയുക, തൽക്കാലം അവള് പറയുന്നത് നീ ഒന്ന് അനുസരിച്ചേക്ക്. എല്ലാം ക്ലിയർ അല്ലേ? അവള് നോക്കട്ടെ, അതൊക്കെ ഒന്ന് പഠിക്കട്ടെ. സ്വന്തമായി ബിസിനസ് തുടങ്ങണമെങ്കിൽ അതും ആവാലോ. അല്ലാതെ അവകാശത്തിന് വന്നതോ സ്വത്തുക്കൾ തട്ടിയെടുക്കാനോ അല്ല വേദ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത്. അതാദ്യം നീ മനസ്സിലാക്ക്. ഇത്രയും നാള് നീ കഷ്ടപ്പെട്ടതല്ലേ? കുറച്ചുനാള് റെസ്റ്റ് എടുക്ക്. വേണമെങ്കിൽ വർഷയുമായി യാത്രകളൊക്കെ പോയിട്ട് വാ. ഇത് കേട്ട് ദേഷ്യത്തോടെ കന്ധം മുകളിലോട്ട് പോവുക. നേരം വേദ ചന്ദ്രശേഖരനെ ഇവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, അങ്കളും കൂടി ചേർന്നല്ലേ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എന്നിട്ട് എന്താ ഇതിലെ കണക്കുകളൊന്നും കാണുന്നില്ലല്ലോ? ഒരു മാസത്തെ പെൻഡിംഗ് ആണ്. ഇതെവിടെ പോയി? എനിക്കത് കിട്ടണം. പിന്നെ തൊഴിലാളികൾക്ക് സാലറി കൊടുത്ത സീറ്റും അതിന്റെ രേഖകളൊന്നുമില്ല, അതും വേണം. കേട്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അക്കൗണ്ട് സെക്ഷനാ. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, പിന്നെ എന്ത് കാര്യമാ അങ്കിൾ ഇവിടെ നോക്കി നടത്തുന്നത്? ഇത് കേട്ട് ചന്ദ്രശേഖരൻ ഇഷ്ടത്തോടെ വേദ നോക്കുന്നുണ്ട്. നിരവേദ പറയുന്നുണ്ട്, എനിക്ക് അതൊന്നും അറിയണ്ട. ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് അച്ഛനോട് പറയേണ്ടി വരും. അച്ഛനോട് ബോധിപ്പിച്ചാ മതി. ആര് കാരണ സഹിതം. എന്നാൽ അങ്കിള് പൊക്കോ. അങ്ങനെ തൊഴിലാളി എന്ന പോലെ ചന്ദ്രശേഖരനോട് ഇത് പെരുമാറുന്നുണ്ട്. ശ്രീകാന്തിനോടും ചന്ദ്രശേഖരനോടുമുള്ള ദേഷ്യം ഗീത അതിമടങ്ങായി തിരിച്ചു വീട്ടുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ മാറിലിരുന്ന് കുടിക്കുന്നുണ്ട്. നേരം ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുക, പോ. വിക്രം മാത്രമല്ല നമ്മുടെ ശത്രു, എന്റെ അനിയത്തിയും ഇപ്പൊ നമ്മുടെ ശത്രുവാണ്. ഒന്നിനും ഒരു കണക്കുകളും ഇല്ല. എത്ര രൂപ ഒട്ടിച്ചിട്ടുണ്ടെന്നോ ശങ്കരേട്ടൻ അറിയാതെ കോടികൾ നമ്മൾ തിരുമറി നടത്തിയിട്ടുണ്ട്. അതെല്ലാം വേദ കണ്ടുപിടിച്ച അതോടെ തീർന്നു. അന്നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ പറയുക, ഇതിനെല്ലാം കാരണം അവന്. ആ വിക്രം അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അവന്റെ പ്ലാനാ. എന്നെ തകർക്കണം, അതാ അവന്റെ ഉദ്ദേശം. അതിന് ഞാൻ അനുവദിക്കില്ല. എന്റെ കുടുംബത്തിൽ കയറി വന്ന് എന്റെ അനിയത്തെ വെച്ച് തന്നെ അവൻ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്താ അച്ഛാ ഇത്? എന്താ നമ്മൾ ഇനി ചെയ്യുന്നത്? അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതേപോലെ തിരിച്ചും ചെയ്യണം. അവന്റെ കുടുംബത്തിലുള്ളവരെ കൊണ്ട് തന്നെ അവനെ നശിപ്പിക്കണം. ഇരു ചെവി അറിയാതെ അവനെ അവസാനിപ്പിക്കണം. അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എല്ലായിടവും പയറ്റി നോക്കിയതല്ലേ, എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ആ വിനായകനും അവന്റെ ഭാര്യയും ആശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ. ഒരു കുപ്പി വിഷം മതി വിക്രം അവസാനിക്കാൻ. ഇത് കേട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വന്തം അനിയനെ കൊല്ലാൻ ആ വിനായകൻ കൂട്ടു നിൽക്കുമെന്നാണോ അച്ഛൻ കരുതുന്നത്? നേരം അയാൾ പറയുക, നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കല്ലേ അറിയാം. പക്ഷേ നമ്മൾ പറയുന്നത് അതുപോലെ അവനെ കൊണ്ട് ചെയ്യിക്കണം. ആ വിനായകനെ കൊണ്ട്. ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അവനെ ഇല്ലാതാക്കാൻ. അവൻ എങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി നമുക്ക്. അവൻ കാരണം ഇനി നമുക്ക് ഒരു ശല്യവും ഉണ്ടാവാൻ പാടില്ല. ഒരു 10 ലക്ഷം രൂപ വിനായകന്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്ത്
എടുത്താ നമ്മൾ പറയുന്നത് അതുപോലെ അനുസരിക്കും. കൊല്ലാനാണെന്നൊന്നും പറയണ്ട, കുറുക്ക് വഴിയിലൂടെ അവനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം. അവന്റെ ഭാര്യ ഒന്ന് ഇളക്കി വിട്ടാ മതി, അവള് തന്നെ അവനെ കൊണ്ട് അതെല്ലാം ചെയ്യിക്കും. എന്താണെന്നൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ വിക്രത്തിന്റെ ശല്യം പിന്നെ നമുക്കുണ്ടാവില്ല. വേദയുടെ പത്തി താഴും. അവന്റെ ബലം കണ്ടുകൊണ്ടാ വേദ കളിക്കുന്നത്. അവനില്ലാതായ വേദ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടും. പതിയെ പതിയെ വേദയുടെ മനസ്സ് മാറ്റിയെടുത്ത് ദർശനമായുള്ള കല്യാണം നമുക്ക് നടത്തിയെടുക്കാം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഇതിനാദ്യം വേണ്ടത് വിനായകനുമായി ഈ നാളെ തന്നെ സംസാരിക്കണം. എന്താണെന്നൊക്കെ ഞാൻ രാവിലെ വിളിച്ചു പറയാം. ഒത്തിരി വൈകിയില്ലേ, നമുക്ക് പോവാം. ഇങ്ങനെ ബാറിൽ നിന്നും ശ്രീകാന്തും ചന്ദ്രശേഖരനും പോകുന്നുണ്ട്. രാവിലെ വിനായകനെ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട്. നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറയുക. ഇപ്പോ തന്നെ വിനായകന് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പിന്നിൽ കൃത്യം തകർക്കാനുള്ള എന്തോ ഒരു ഗൂഢാലോചന പ്ലാൻ ചെയ്തിട്ടാണ് തന്നെ വിളിക്കുന്നതെന്ന് വിനായകന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞ സ്ഥലത്തേക്ക് വിനായകൻ പോകുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് പറയുക, എന്നോട് സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞത്. ഞാനും നീയും മാത്രം അറിയേണ്ട കാര്യമാ. പിന്നെ തന്റെ വൈഫിനോട് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ മറ്റാരും ഇതറിയാൻ പാടില്ല. ഇത് കേട്ട് വിനായകൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാർ, വിക്രത്തെ കുറുക്കാനുള്ള പുതിയ എന്തെങ്കിലും പദ്ധതിയാണോ? ഇപ്പോൾ രണ്ടുപേരും നല്ല അടുപ്പത്തില്ല. ഇതിന്റെ സന്തോഷം അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ഇഷ്ടപ്പെടാത്തത് എന്റെ ഭാര്യയ്ക്ക് മാത്രം. ഇത് കേട്ട് ശ്രീകാന്ത് പറയുക, ആ സന്തോഷം കളയാനാ ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത്. താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇത് കേട്ട് വിനായകൻ ചോദിക്കുന്നുണ്ട്, എന്താ സാർ? ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം, പക്ഷെ അതുപോലെ കേൾക്കണം. ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട്, വീട്ടിലെ സന്തോഷം സമാധാനം കളയാനാണെങ്കിൽ എനിക്ക് പറ്റില്ല സാർ. ഇപ്പോൾ തന്നെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ടവനാ. അച്ഛന്റെ മുന്നിൽ ഞാനൊരു ശത്രുവാ. അതുപോലെ അമ്മയും. ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? എന്നും ആ വീട്ടിൽ ഒതുങ്ങിക്കൂടിയാ മതിയോ? സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ച് മാറുന്നതല്ലേ നല്ലത്? ആ കുഞ്ഞു വീട്ടിലെ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ നിങ്ങൾ താമസിക്കുന്നത്? ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട്, സാർ അതിന് ഒത്തിരി കാശാവും. ഒരു വീട് വെക്കണം എന്നത് എന്റെ നന്ദിനിയുടെ സ്വപ്നവാ. അതുവരെ വീട്ടിൽ പിടിച്ചു നിന്നേ പറ്റൂ. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിനുള്ള വഴിയുമായിട്ടാ ഞാൻ വന്നത്. ഞാൻ പറയുന്നത് പോലെ താൻ കേട്ടാ എനിക്ക് ഞാൻ തരാൻ പോകുന്ന ലക്ഷങ്ങളാ. ഒരു 10 ലക്ഷം രൂപ കയ്യിൽ തരും, അഡ്വാൻസ് 1 ലക്ഷം. അതിപ്പോ എന്റെ കയ്യിലുണ്ട്. ഇത് കേട്ട് വിനായകൻ ഞെട്ടലോടെ ശ്രീകാന്തിനെ നോക്കുക. 10 ലക്ഷമോ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, 10 ലക്ഷം രൂപ ആർക്കും വെറുതെ കൊടുക്കില്ലല്ലോ. ഈ കുപ്പിയിലിരിക്കുന്നത് ചെറിയൊരു വിഷവാ. ഇതിനുള്ളിൽ പോയാ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട്, സാർ എന്തായി പറയുന്നത്? വിക്രത്തിന് ഞാൻ വിഷം കൊടുക്കണമെന്നോ? അവൻ എന്റെ അനിയനാ, അവനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. സാറ് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല സാർ. ഇത് കേട്ട് ശ്രീകാന്ത് പറയുക, ഞാനെന്ന് പറയട്ടെ, ഇത് വിക്രത്തിന് കൊടുക്കാനല്ല പറഞ്ഞത്, ഏതൊക്കെ കൊടുക്കാനാ. ഇത് ഉള്ളിൽ പോയാ കുറച്ചു നേരം കഴിയുമ്പോ ബോധം കെട്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ വിഷം ഉള്ളിൽ ചെന്നതാണെന്ന് ഡോക്ടർ പറയും. പിന്നെ ആ സംഭവത്തെ ആളി കത്തിക്കാൻ എന്റെ അനിയത്തിക്ക് ആ വീട്ടിൽ സുരക്ഷിതത്വം ഇല്ല എന്നും വിക്രമാണ് അതൊക്കെ ചെയ്തതെന്നും വേദിയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം വിഷം ചേർത്തതാണെന്നും വേദിയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാനായി ഇതെല്ലാം ചെയ്തതാണെന്നും ഞാൻ വരുത്തി തീർക്കും. അതോടെ ഇവരെ തമ്മിൽ പിരിക്കാനുള്ള മാർഗം ഞാൻ കണ്ടുപിടിച്ചോളാം. താൻ ഇത്ര മാത്രം ചെയ്താൽ മതി. ആരും അറിയാതെ ഇവർ കഴിക്കുന്ന ആഹാരത്തിൽ ഈ വിഷം ചെറുതായി ഒന്ന് ചേർത്താൽ മാത്രം മതി. അത് തന്റെ ഭാര്യ കൃത്യമായിട്ട് ചെയ്യും. താൻ പറയുന്നത് പോലെ എന്തായാലും കേൾക്കാതിരിക്കില്ല. എന്ത് പറയുന്നു? ഇത് കേട്ട് വിനായകൻ ശ്രീകാന്തിനോട് പറയുക, അത് ചതിയല്ലേ സാർ? വിഷം കൊടുക്കാന്നൊക്കെ പറഞ്ഞ ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച അതും സാറിന്റെ സ്വന്തം അനിയത്തിയല്ലേ? സാറിന് പേടിയില്ലേ? നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എടോ ഈ വിഷം കഴിക്കത്തില്ല, അതുകൊണ്ടല്ലേ ധൈര്യത്തോടെ ഇത് തരുന്നത്. അല്ലെങ്കിൽ എന്റെ സ്വന്തം അനിയത്തിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറയൂ? അവരെ തമ്മിൽ അകറ്റണം. അപ്പോൾ കമ്പനിയുടെ ചുമതലയെല്ലാം വേദയും വിക്രമാ നടത്തുന്നത്. അത് പൊളിക്കണം, അത് തടയണം. എന്നിട്ട് കൃത്യത്തിൽ നിന്നും വേദനെ അകറ്റണം. അതാണ് എന്റെ ഉദ്ദേശം. എന്ത് പറയുന്നു? അഡ്വാൻസ് 1 ലക്ഷം രൂപ ഞാൻ തനിക്ക് തരട്ടെ, ബാക്കി 9 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോളാം. അക്കൗണ്ട് നമ്പർ എന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്താൽ മതി. എനിക്ക് അത്ര വിശ്വാസക്കുറവാണെങ്കിൽ ഇപ്പൊ തന്നെ ഇത്തം ക്യാഷ് ഞാൻ തരാം. പക്ഷെ കാര്യം ഇന്ന് നടന്നിരിക്കണം. രാത്രി കഴിക്കുന്ന ആഹാരത്തിൽ ഈ വിഷം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ആരും ഒന്നും അറിയില്ല. രാവിലെ ആവുമ്പോ എല്ലാരും അറിഞ്ഞോളൂ. അന്നേരം വിനായകൻ പറയുന്നുണ്ട്, ശരി സാർ, സാറ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ശ്രീകാന്തിൽ നിന്നും ആ വിഷം വിനായകൻ മേടിക്കുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുക, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ താൻ വീടെത്തുന്നതിന് മുന്നേ തന്റെ അക്കൗണ്ടിലോട്ട് ആ കാശ് സെൻഡ് ആയിരിക്കും. താൻ ആഗ്രഹിച്ചതുപോലെ പുതിയൊരു വീടൊക്കെ വെച്ച് സുഖമായി ജീവിക്കുന്നതിനും ചിരിച്ചുകൊണ്ട് കാശിനോടുള്ള ആർത്തി കൊണ്ട് വിനായകൻ സ്വന്തം അനിയനെ ചതിക്കാനായി കൂട്ടു നിൽക്കുന്നുണ്ട്. ശ്രീകാന്തിന്റെ ചതി മനസ്സിലാവാതെ നേരം വിനായകൻ പോയ ശേഷം ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ചു പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവൻ അതിന് കൂട്ടാക്കിയില്ല. ഏതൊക്കെയാണ് വിഷം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവൻ സമ്മതിച്ചു. ബാക്കി കാശ് അക്കൗണ്ടിൽ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ അഡ്വാൻസ് അവന്റെ കയ്യിലും കൊടുത്തു. ഇന്ന് രാത്രിയോടെ വിക്രം ക്ലോസിന്റെയും അച്ഛന്റെയും പലവേദന അതോടെ ഒഴിഞ്ഞു കിട്ടും. നേരം ചിരിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഇനിയാണ് അടുത്ത കളി. വർഷയെ കൊണ്ട് വിനായകന്റെ ഭാര്യയെ വിളിക്കും. അവർ തമ്മിലായിരിക്കും അടുത്ത ഡീൽ. എന്നാ ശരി അച്ഛാ. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരം നന്ദിനി മുറിയിലിരിക്കുന്നുണ്ട്. വേദയും വിക്രമും കമലവും സുധാകരൻ മാഷും ക്ഷേത്രത്തിൽ പോകാനായി ഒരുങ്ങുന്നുണ്ട്. നന്ദിനിയും വിളിക്കുന്നുണ്ട്. നേരം
വരുന്നില്ലെന്ന് പറയുന്നുണ്ട്. നേരം അവര് പോകുന്നത് അസൂയയോടെ നോക്കി നിൽക്കുന്നുണ്ട് നന്ദിനി. വിക്രത്തിന്റെയും വേദിയുടെയും സ്നേഹം കണ്ടു നിൽക്കാനാവാതെ അകത്തേക്ക് പോവുക. അപ്പോഴേക്കും വിനായകൻ അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം അടുക്കളയിൽ നിന്ന നന്ദിനിയെ വിനായകൻ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം നന്ദിനി ചോദിക്കുക, നിങ്ങൾക്ക് എന്താ മനുഷ്യ അട്ടായോ? അന്നേരം വിനായകൻ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കടി. ഇത്രയും പറഞ്ഞിട്ട് മുറിയിൽ കയറി കഥ കടക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഒന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കെ, വീട്ടില് ആരെയും കണ്ടില്ല, എല്ലാരും എവിടെ പോയി? അന്നേരം നന്ദിനി പറയുക, ശ്രീചേട്ടത്തെയും വിശ്വേട്ടനും എന്തോ മുളവും മല്ലിയൊക്കെ മേടിക്കാൻ പോയതാ. പിന്നെ അമ്മയും അച്ഛനും അതുപോലെ നിങ്ങളുടെ അനിയനും അനിയന്റെ ഭാര്യയും അമ്പലത്തിൽ പോയിരിക്കുക. മകന്റെ പുതിയ മാറ്റം കണ്ടിട്ടാവും തലയെ കൊണ്ട് നടക്കുവല്ലേ രണ്ടിനെയും. നിങ്ങൾ ഇവിടെ ആർക്കും വേണ്ട. ശരിക്കും നിങ്ങളുടെ അച്ഛൻ തന്നെയാണോ അത്? വിക്രത്തിനോട് മാത്രം അയാൾക്ക് സ്നേഹം. കാത്തിരുന്ന് കിട്ടിയ പൊന്നോമനയല്ലേ ഇപ്പോ അച്ഛന് വേണ്ടി അഭിമാനം രക്ഷിച്ച മകനാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവനോട് എന്താ സ്നേഹം. അല്ലെങ്കിൽ കണ്ണെടുത്ത കണ്ടൂടാ. ഇപ്പൊ വിക്രമില്ലാതെ ഒരു നിമിഷം പോലും നിങ്ങളുടെ അച്ഛന് ജീവിക്കാൻ പാടില്ല. അന്നേരം വിനായകന് പറയുക, അതിനേക്കുള്ള ഒരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കെ, ഞാൻ ഇന്ന് വേദയുടെ ഏട്ടൻ ശ്രീകാന്തിനെ കണ്ടിരുന്നു. എന്നോടൊരു കാര്യം പറഞ്ഞു. നേരം ശ്രീകാന്ത് പറഞ്ഞതെല്ലാം നന്ദിനിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നന്ദിനി പറയുക, എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? നേരം വിനായകന് പറയുക, ഞാൻ അഡ്വാൻസ് കാശ് മേടിച്ചു വന്നു, ബാക്കി കാശ് അക്കൗണ്ടിൽ അയച്ചു തരാന്നാ പറഞ്ഞത്. ഇത് കേട്ട് നന്ദിനി വിനായകന്റെ പിടിച്ചിട്ട് പറയുക, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അതിന് ദയവായിട്ട് കൊണ്ടുവന്ന ഭാഗ്യമായത്. എത്ര നാളത്തെ നമ്മുടെ സ്വപ്നവ ഇത്ര പെട്ടെന്ന് നടക്കാൻ പോകുന്നത്. അതും 1-2 കാശാണോ? 10 ലക്ഷം രൂപ. അന്നേരം വിനായകൻ പറയുക, എന്നാലും പിടിക്കപ്പെടുവാണെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോക. പിന്നെ ഒരു നിമിഷം ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കാതിരിക്കെ, അവര് ക്ഷേത്രത്തിൽ പോയിരിക്കുവല്ലേ. തിരിച്ചു വരുമ്പോ എന്തായാലും രാത്രിയാവും. ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കാം. വേദയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഞാൻ അത് ചേർത്ത് കൊടുത്തോളാം. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ദേവി ഇതിൽ ഇടപെടാതെ ഇരുന്നാ മതി. അന്നേരം വിനായകൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ശ്രീകാന്ത് 9 ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് വെച്ചിരിക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. നന്ദിനിയോട് പറയുക, ശ്രീകാന്ത് സാറ് എന്റെ അക്കൗണ്ടിലോട്ട് 9 ലക്ഷം രൂപ അയച്ച മെസ്സേജാ വന്നത്. ഞാൻ ബാങ്കിലോട്ട് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നേരം നന്ദിനി ശരിയെന്ന് പറയുന്നുണ്ട്. പുതിയ വീടും സ്വപ്നം കണ്ട് ഏതാ വീട്ടിൽ നിന്നും എന്നേക്കുമായി അടിയിറങ്ങുന്നത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വർഷ നന്ദിനിയുടെ ഫോണിലോട്ട് വിളിക്കുക. നേരം നന്ദിനി ചോദിക്കുന്നുണ്ട്, ആ വർഷ ചേച്ചിയാണോ? നേരം വർഷ പറയുക, ശ്രീകാന്തും തന്റെ ഭർത്താവ് വിനായകനും കണ്ട കാര്യം പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. നേരം നന്ദിനി പറയുന്നുണ്ട്, ആ വിനയേട്ടൻ പറഞ്ഞായിരുന്നു ബാക്കി കാശും ഏട്ടന്റെ ഫോണിലോട്ട് സെൻഡായ മെസ്സേജ് വന്നു, ബാങ്കിലോട്ട് പോയിരിക്കുക. അത് കേട്ട് വർഷ പറയുന്നുണ്ട്, നന്ദിനി ഒരു ഉപകാരം കൂടി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. പക്ഷെ അത് വിനായകൻ അറിയാൻ പാടില്ല. അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ വർഷേച്ചി, എന്താ കാര്യം? അന്നേരം വർഷ പറയുന്നുണ്ട്, വിനായകന്റെ കയ്യിൽ കൊടുത്തു വിട്ട ആ വിഷം സത്യം പറഞ്ഞ ഏതൊക്കെയല്ല കൊടുക്കേണ്ടത്, അത് വിക്രത്തിനാണ്. അതൊരിക്കലും വിനായകൻ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ടാ വേദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞത്. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും? വിനയേട്ടൻ പറഞ്ഞത് വേദയ്ക്ക് കൊടുക്കാന്നാ. നേരം വർഷ പറയുക, വിനായകൻ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. നന്ദിനി അത് വിക്രം കഴിക്കുന്ന ആഹാരത്തിൽ ചേർക്കണം. വിക്രമായിരിക്കണം ആ വിഷം കഴിക്കേണ്ടത്. വിനായകൻ ഇതറിയണ്ട. ഇത് കേട്ട് നന്ദിനി പറയുക, അയ്യോ അവസാനം വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ച വിനയേട്ടൻ എന്ന് കൊന്നുകളയും. ഞാൻ കള്ളത്തരം കാണിച്ചെന്നറിഞ്ഞ എന്നോട് ക്ഷമിക്കില്ല. ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാലോ എനിക്ക് പേടിയാവോ? അന്നേരം വർഷ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയില്ലേ നന്ദിനി. 1-2 കാശല്ല ഞങ്ങൾ തന്നത്. ഈ ജന്മത്തിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും കാശ് സ്വന്തമാക്കാൻ കഴിയുമെന്ന് നന്ദിനിക്ക് തോന്നുന്നുണ്ടോ? ആ വീട്ടിൽ കിടന്ന് നരകിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ആരുടെയും ശല്യമില്ലാതെ പുതിയൊരു വീടൊക്കെ വെച്ച് സ്വസ്ഥമായി ജീവിക്കുന്നത്. അന്നേരം നന്ദിനി പറയുക, അതൊക്കെ ശരി തന്നെയാ. പക്ഷേ വിനയേട്ടനോട് ഞാൻ കാണിക്കുന്ന ചതിയല്ലേ ഈ കുടുംബത്തോടും. വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട്ടിൽ ആർക്ക് സഹിക്കാനാവില്ല, പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും. നേരം വർഷ പറയുക, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ ഒന്നും നടക്കില്ല. വേണമെങ്കിൽ കാശ് ഇനിയും തരാം. ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി കിട്ടില്ല. വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നന്ദിനിക്ക് എന്താ? വിനായകനോട് താൻ പറഞ്ഞാ മതി. അറിയാതെ കയ്യബദ്ധം പറ്റിയതാന്ന്. ഏതയ്ക്ക് കൊടുക്കാതിരുന്ന ഭക്ഷണം മാറി വിക്രത്തിന് കൊടുത്തതാണെന്ന് പറഞ്ഞാ മതി. നേരം നന്ദിനി പറയുന്നുണ്ട്, ശരി ഞാൻ ചെയ്യാം. നേരം വർഷയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. നന്ദിനിയോട് പറയുക, അല്ല കുട്ടി, കാര്യങ്ങൾ പറഞ്ഞപ്പോ നന്ദിനിക്ക് മനസ്സിലായല്ലോ. ഒന്ന് രാത്രി തന്നെ ഇത് സംഭവിച്ചിരിക്കണം. നമ്മൾ ആഗ്രഹിച്ച വാർത്ത നമ്മുടെ ചെവിയിൽ കേൾക്കണം. നേരം നന്ദിനി ശരി എന്ന് പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത ശേഷം പരിഭ്രമത്തോടെ നന്ദിനി ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഇതെന്തായി തീരും? എന്തായാലും കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇത്രയും കാശ് ഇങ്ങനെ വെറുതെ കളയുന്നത്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇത്രയും പറഞ്ഞിട്ട് ആരെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. വിക്രത്തിന് ആ വിഷം ചേർത്ത് കൊടുക്കാനായി ഓരോ കാര്യങ്ങളും നന്ദിനി പ്ലാൻ ചെയ്യുന്നുണ്ട്. വിക്രവും വേദയും ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം വേദയോട് പറയുക, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ? അച്ഛനും അമ്മയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്. വേദ പറയുക, അത് നല്ല ഐഡിയ. നമുക്ക് മസാല ദോശ കഴിക്കാം. നേരം കമലവും സുധാകരൻ മാഷും വിക്രത്തിന്റെയും വേദയുടെയും അരികിലോട്ട് വരുക. നേരം വിക്രം പറയുന്നുണ്ട്, നമുക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കാം. നേരം ശരിയെന്ന് പറയുന്നുണ്ട്. ഹോട്ടൽ കയറി 4 പേരും മസാല ദോശയും കഴിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരം
നന്ദിനി അവർക്ക് കഴിക്കാനായി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത് കണ്ട് ശ്രീജ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒരു പതിവും ഇല്ലാതെ അടുക്കളയിൽ കയറി ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം നന്ദിനി പറയുക, ഇത് അവർക്കൊരു സർപ്രൈസ് ആവട്ടെ എന്നും അമ്മയും ശ്രീജേട്ടത്തെയാണല്ലോ രാത്രിയുള്ള ആഹാരം ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കി, വീട്ടിൽ ആരും ഇല്ലായിരുന്നല്ലോ, വെറുതെ ഇരിക്കാൻ മടിച്ച് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി ഉണ്ടാക്കിയതാ, അവരെ ഒന്ന് ഞെട്ടിക്കാൻ. നേരെ ചിരിച്ചുകൊണ്ട് ശ്രീജ നന്ദിനിയെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രവും വേദയും കമലവും മാഷെല്ലാരും വരുന്നുണ്ട്. അന്നേരം ശ്രീജ അവരോട് പറയുക, ഇത് കണ്ടോ അമ്മേ, നിങ്ങൾക്ക് വേണ്ടി നന്ദിനി ഉണ്ടാക്കി വെച്ചതാ. ഇത് കേട്ട് വിക്രം പറയുക, ഞങ്ങള് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു, നന്ദിനി ഇട്ടത്തി ഉണ്ടാക്കിയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഇത് കേട്ട് നന്ദിനി പറയുക, അയ്യോ അത് ഞാൻ അറിഞ്ഞോ, ഈ ആഹാരം വേസ്റ്റ് ആക്കാൻ പറ്റില്ല, അത് അച്ഛനൊട്ടും ഇഷ്ടമില്ലെന്നോ നിങ്ങൾക്കറിയാലോ, ഇച്ചിരിയെങ്കിലും കഴിച്ചേ പറ്റൂ, സ്നേഹത്തോടെ ഉണ്ടാക്കി വെച്ചതാ. ഇത് കേട്ട് കമലം പറയുന്നുണ്ട്, നന്ദിനി വിഷമിക്കണ്ട, ഞങ്ങള് ഇതെല്ലാം കഴിച്ചിട്ടേ കിടക്കൂ, എന്തായാലും ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞങ്ങള് കഴിച്ചോളാം. അന്നേരം മാഷ് പറയുന്നുണ്ട്, അതേ നന്ദിനി ഇതെല്ലാം അടച്ചു വെച്ചേക്ക്. ഇത്രയും പറഞ്ഞിട്ട് മലവും മാഷും അകത്തേക്ക് പോകുന്നുണ്ട്. നേരം വിക്രവും പോവുക. നന്ദിനി വേദയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? ഇത് കേട്ട് വേദയ്ക്ക് ഇല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട്. തിരിച്ച് അങ്ങോട്ട് ചോദിക്കുക, അല്ല എനിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്, നന്ദിനിയേട്ടത്തി ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, എന്താ വേദേ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് മാത്രം എന്താ എന്നോട് ഇങ്ങനെ? വിശ്വാസം ഇല്ലെങ്കിൽ കഴിക്കണ്ട, ഞാൻ എല്ലാം കൊണ്ട് കളഞ്ഞോളാം, അപ്പൊ നിനക്ക് സമാധാനാവുമല്ലോ. നിരവേദ പറയുക, കൂടുതൽ ഷോ ഇറക്കല്ലേ, ആ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. നിരം നന്ദിനി വല്ലാണ്ട് പ്രാളത്തോട് നിൽക്കുക. ടെൻഷനും തോന്നുന്നുണ്ട്, എങ്ങനെ വിക്രത്തിനെ കൊണ്ട് കഴിപ്പിക്കും എന്നതായിരുന്നു നന്ദിനിയുടെ ആവലാതി. നേരം ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകം കറികൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിൽ വിക്രത്തിന് കൊടുക്കുന്ന കറിയിൽ നന്ദിനി വിഷം ചേർക്കുന്നുണ്ട്. നേരം വിനായകൻ പേടിച്ചതുപോലെ ഇരിക്കുന്നുണ്ട്. നേരം കഴിക്കാൻ നേരം കണ്ടു പോകുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനി പെട്ടെന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരുക. ആ നേരം വിക്രത്തിന്റെ തൊട്ടരികെ വിനായകൻ ഇരിക്കുന്നുണ്ട്. നേരം വിനായകൻ ശ്രദ്ധിക്കാതെ വിക്രത്തിന്റെ അടുത്തിരുന്ന കറിയെടുത്ത് പതിയിൽ കൂടെ ആ വിഷം കലർത്തിയ കറി കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ടു വരുന്നുണ്ട്. അന്നേരം വിനായകന്റെ കറിയെടുത്ത് വിക്രവും കഴിക്കുക. അന്നേരം നന്ദിനി വിചാരിക്കുന്നുണ്ട്, ആ വിഷം കലർത്തിയത് വിക്രമാണ് കഴിക്കുന്നതെന്ന്. സന്തോഷത്തോടെ ഇത് കണ്ട് നന്ദിനി നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഉടനെ പോയി നന്ദിനി വർഷയോട് വിളിച്ചു പറയുക, വർഷേച്ചി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, കറിയിൽ ചേർത്ത് ആ വിഷം ഞാൻ വിക്രത്തിന് കൊടുത്തു. അന്നേരം സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശ്രീകാന്തിനോട് വർഷ പറയുക, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു, നന്ദിനി ആ വിഷക്രത്തിന്റെ ആഹാരത്തിൽ ചേർത്ത് കൊടുത്തുന്ന്. വിക്രം അത് കഴിക്കുകയും ചെയ്തു. ഇത് കേട്ട് ശ്രീകാന്ത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. വിക്രത്തിന്റെ മരണ വാർത്ത കേൾക്കാൻ ശ്രീകാന്ത് കാതോർത്തിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് വിനായകനെ വയ്യാണ്ടാകുന്നുണ്ട്. അല്ല ചുറ്റും പോലെ തോന്നുക. പെട്ടെന്ന് ഡൈനിങ് ടേബിളിലിരുന്ന് തല ചുറ്റി താഴോട്ട് വീഴുന്നുണ്ട്. ഇത് കണ്ടതും വിക്രം ഉടനെ വിനായകനെ പോയി പിടിക്കുന്നുണ്ട്. കമലവും മാഷും എല്ലാ പേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനി അവിടേക്ക് വരുക. അയ്യോ എന്താ വിനയേട്ടാ, എന്താ പറ്റിയത്? നിലശ്രീജ പറയുക, പെട്ടെന്ന് തല ചുറ്റി വീണതാ. അന്നേരം ഉടനെ തന്നെ വിനായകനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നന്ദിനിയാക്കി പേടിച്ചിരിക്കുന്നുണ്ട്. അന്നേരം നന്ദിനിക്ക് സംശയം തോന്നുന്നുണ്ട്, ക്രത്തിന് ഒന്നും പറ്റിയിട്ടില്ല, ക്രത്തിന് കൊടുത്ത കറി വിനായകനാണ് കഴിച്ചതെന്ന് നന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ട്. തനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് നന്ദിനി തിരിച്ചറിയുക. നേരം ഹോസ്പിറ്റലിലേക്ക് വിനായകനെ കൊണ്ടുവരുന്നുണ്ട്. ഡോക്ടർ പരിശോധിച്ച ശേഷം പറയുക, വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്, എന്താഹാരമാണ് കഴിച്ചത്? നേരം കമലോക്രവും മാഷൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച ആഹാരം കഴിച്ചത്, എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഇന്നെങ്ങനെയാ വിനായകൻ കഴിച്ച ആഹാരത്തിൽ വിഷം വരുന്നത്? പുറത്തുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, അവരുടെ ഉള്ളിൽ മാരകമായ വിഷമാ ചെന്നിട്ടുള്ളത്, പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് ജീവ രക്ഷപ്പെട്ടു, ഞങ്ങൾക്കിത് പോലീസിൽ അറിയിച്ചേ പറ്റൂ, പോലീസ് വരും, അവരോട് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി, വീട്ടിൽ നിന്ന് തന്നെയാണ് വിഷം ഉള്ളിൽ ചെന്നിട്ടുള്ളത്. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഡോക്ടർ പോകുന്നുണ്ട്. അന്നേരം വേദയ്ക്ക് വല്ലാതെ സംശയം തോന്നുന്നുണ്ട്. ക്രമ അന്നേരം നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയല്ലേ ഞങ്ങൾക്കുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കിയത്? നേരം നന്ദിനി പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനാണോ വിനയേട്ടന് വിഷം കൊടുത്തതെന്ന് പറഞ്ഞു വരുന്നത്? എന്റെ ഈശ്വര, എന്തൊക്കെയായി പറയുന്നത്? അച്ഛനും അമ്മയും കേട്ടില്ലേ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ആഹാരത്തിൽ നിന്ന് ആ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ, അല്ലാതെ ഏട്ടത്തി ഇതിൽ വിഷം ചേർത്തെന്ന് ഞാൻ പറഞ്ഞില്ല. അന്നേരം മാഷും കമലവും നന്ദിനിയെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അതുപോലെ വേദയ്ക്ക് നന്ദിനിയെ വല്ലാതെ സംശയം തോന്നുക. അപ്പോഴേക്കും പോലീസ് അവിടേക്ക് വരുന്നുണ്ട്. നന്ദിനിയെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഭാര്യ ആയതുകൊണ്ട് തന്നെ നന്ദിനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഇൻസ്പെക്ടർ സാബുവിന് തോന്നുന്നുണ്ട്. നേരം വിക്രത്തിനോട് ചോദിക്കുക, നീയും നിന്റെ ചേട്ടനും തമ്മിൽ അടുപ്പത്തിലാണോ, അതോ നീയാണോ ഇത് ചെയ്തത്? ഇത് കേട്ട് വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. നേരം വിക്രം പറയുക, ഹോസ്പിറ്റലിലായിപ്പോയി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, ഇനി എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യിച്ചതാണോ എന്നറിയില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. നേരം ഇൻസ്പെക്ടർ സാബു ദേഷ്യത്തോടെ വിക്രത്തിനെ നോക്കുന്നുണ്ട്. നേരം കമലവും വിഷമിച്ചിരിക്കുക. നേരം നന്ദിനി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരം നന്ദിനിയുടെ ഫോണിലോട്ട് ഹർഷ ഒത്തിരി പ്രാവശ്യം വിളിക്കുക. അന്നേരം നന്ദിനിയുടെ ഫോണ് വീട്ടിലിരിക്കുക. നിരവേദ പറയുന്നുണ്ട്, ഞാനും വിക്രവും വീട്ടിലേക്ക് പോട്ടെ അമ്മേ, ഇവിടെ വിശ്വേട്ടനും ശ്രീചേട്ടത്തി ഉണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. വിക്രം പറയുന്നുണ്ട്, ഇത് വേണോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ?
അന്നേരം കമലൻ പറയുന്നുണ്ട്, എന്നാ നിങ്ങൾ പോയിട്ട് വാ. നേരം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ നീ പെട്ടെന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞത്? നേരം വേദ പറയുന്നുണ്ട്, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ആ സംശയം മാറണമെങ്കിൽ വീട്ടിൽ പോയേ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് വിക്രത്തിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം വേദ പറയുക, പോലീസ് വീട്ടിലെത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. പോലീസ് അവിടെയെല്ലാം പരിശോധിക്കും, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഏട്ടന്റെ ഉള്ളിൽ വിഷം ചെന്നതെന്ന് എനിക്കറിയണം. എനിക്ക് നന്ദിനി ഏട്ടത്തിയെ നല്ല സംശയമുണ്ട്. വിക്രം പറയുന്നുണ്ട്, എന്തൊക്കെയാ പറയുന്നത്? നന്ദിനി ഏട്ടത്തിയാണ് അത് ചെയ്തതെന്നോ? അന്നേരം വേദ പറയുക, ചിലപ്പോൾ മറ്റാർക്കെങ്കിലും അത് സംഭവിക്കേണ്ടതായിരുന്നു. അബദ്ധത്തിൽ വിനായകൻ ചേട്ടൻ പെട്ടതാണെങ്കിലോ? വിക്രം വെട്ടലോടെ വേദയെ നോക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടുപേരും പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക. അടുക്കളയിൽ എല്ലായിടും നോക്കുക. നേരം വിഷത്തിന്റെ കുപ്പി കിട്ടുന്നുണ്ട്. അന്നേരം വിക്രത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് പറയുക, ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിക്കുക, പുറത്തു നിന്നും ആരും വന്നിട്ടില്ല. ഈ വീട്ടിലുള്ള ആരോ ആണ് അതിൽ വിഷം ചേർത്തത്. അന്നേരം നന്ദിനിയുടെ ഫോണിൽ എല്ല് കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് വിക്രവും വേദയും നന്ദിനിയുടെ മുറിയിലോട്ട് പോവുക. അന്നേരം നന്ദിനിയുടെ ഫോണിലോട്ട് ഹർഷ വിളിക്കുന്നുണ്ട്. ഇത് കണ്ട് എനിക്ക് വല്ലാതെ സംശയം തോന്നുന്നുണ്ട്. അന്നേരം ഫോണ് നോക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം ഹർഷ വിളിച്ചിട്ടുള്ളത് കാണുന്നുണ്ട്. അന്നേരം തൊട്ടടുത്ത് വിനായകന്റെ ഫോൺ ഇരിക്കുക. അന്നേരം അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കും. ശ്രീകാന്ത് ഒത്തിരി തവണ വിളിച്ചതും ശ്രീകാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ വിനായകന്റെ ഫോണിലോട്ട് വന്നതും മെസ്സേജും എല്ലാം കാണുന്നുണ്ട്. വിക്രത്തിന് കാണിച്ചു കൊടുക്കുക. വേദ പറയുന്നുണ്ട്, ഇപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങളുടെ ഏട്ടൻ എന്റെ ഏട്ടനുമായി ചേർന്ന് നിങ്ങൾക്ക് വിഷം തരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിൽ ചെയ്തവർ തന്നെ ആ വിഷം കഴിച്ചുതാ ഇവിടെ സംഭവിച്ചത്. വിക്രം പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ അയാൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ അയാളുടെ സഹോദരനല്ലേ? താനിയും നിരവേദ പറയുന്നുണ്ട്, ചിലപ്പോൾ ഇത് വിനായകൻ ചേട്ടൻ അറിഞ്ഞില്ലെങ്കിലോ? നന്ദിനിയേട്ടത്തിയായിരിക്കും ചിലപ്പോൾ ഇതിൽ വിഷം ചേർത്തത്. എന്താണെന്ന് അറിയണമെങ്കിൽ നന്ദിനിയേട്ടത്തിയോട് തന്നെ ചോദിക്കണം. എല്ലാ സത്യങ്ങളും അവരിൽ നിന്ന് തന്നെ അറിയണം. രണ്ടുപേരിൽ ആരോ ഒരാളാണ് അതിൽ വിഷം ചേർത്തത്. ആ വിക്രം ഇപ്പൊ തന്നെ നന്ദിനിയേട്ടത്തിയോട് ചോദിക്കണം, സത്യം എന്താണെന്ന് അറിയണം. അങ്ങനെ വിക്രവും വേദയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നേരം മാഷിന്റെയും കമലത്തിന്റെയും മുന്നിൽ വെച്ച് ചോദിക്കുക, വിനായകൻ ചേട്ടന് ശരിക്കും എന്താ സംഭവിച്ചത്? സത്യം പറയും നന്ദിനിയേട്ടത്തി, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിങ്ങളല്ലേ വിഷം ചേർത്തത്? ഇതാണ് ആ ബോട്ടിൽ. നേരം കമലവും മാഷും അമ്പരന്ന് നോക്കുന്നുണ്ട്. മാഷ് ചോദിക്കുക, നന്ദിനി എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നിരവേദ പറയുന്നുണ്ട്, സത്യം പറയും നന്ദിനിയേട്ടത്തി. അന്നേരം നന്ദിനി അടിച്ച് വിറച്ചുകൊണ്ട് പറയുക, എനിക്കറിയില്ല, ഈ കള്ളം പറയുന്നത് എന്റെ വിനായകൻ ചേട്ടന് ആ വിഷം കൊടുക്കുകയോ? ഇതൊക്കെന്താ വട്ടാണോ? എനിക്കറിയാം, നീ ആയിരിക്കും അത് ചെയ്തത്. ഞാൻ പറയുന്നത് കേട്ടില്ലേ? അറിഞ്ഞുകൊണ്ട് നന്ദിനി പറയുക. അങ്ങേര് വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ അഭിനയിക്കേണ്ട. ആ വിഷം നിങ്ങൾ ആ ആഹാരത്തിൽ ചേർത്തത് എനിക്ക് തരാനായിരുന്നില്ലേ? ആ വിഷം കഴിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കാനായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്? നേരം നന്ദിനി പറയുന്നുണ്ട്, ഇല്ല, നീ ഇതൊന്നും വിശ്വസിക്കരുത്, ഇപ്പോൾ കള്ളം പറയുന്നത്. നേരം വേദ പറയുക, അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനോട് പറയും, പോലീസ് നിങ്ങളെ പിടിച്ചോണ്ട് പോകും, അല്ലേ പറയിപ്പിച്ചോളും. നേരം നന്ദിനി ചോദിക്കുന്നുണ്ട്, പോലീസ് എന്നെ പിടിക്കാൻ ഞാനാണ് അത് ചെയ്തതിന് എന്താ തെളിവ്? അന്നേരം വേദ പറയുക, രണ്ടുപേരെ ഫോണും ഞാൻ കണ്ടു. 9 ലക്ഷം രൂപ എന്റെ ഏട്ടൻ വിനായക ചേട്ടന്റെ ഫോണിലോട്ട് അയച്ചതിന്റെ രേഖകളും വർഷേച്ചി നിങ്ങളെ വിളിച്ചതും എല്ലാം ഞാൻ പോലീസിനോട് പറയുവരെയും നിങ്ങളെയും ചോദ്യം ചെയ്യും. സത്യം എന്താണെന്ന് പോലീസ് തന്നെ കണ്ടുപിടിക്കും. ഇത് കേട്ട് പേടിച്ച് നന്ദിനി ഉടനെ പറയുക, വേണ്ട, ഞാൻ സത്യം പറയാം, ആ വിഷം ആഹാരത്തിൽ ചേർത്തത് ഞാനാ. അത് പക്ഷേ വിക്രത്തിന് കൊടുക്കാൻ ഞാൻ ചേർത്തത്. ഇത് കേട്ടത് മാഷി നന്ദിനിയുടെ കവളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്താടി നീ പറഞ്ഞത്? നേരം നന്ദിനി ഇതുകൊണ്ട് പറയുക, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് ഗീതയുടെ ഏട്ടന ശ്രീകാന്ത് പിന്നെ വർഷയും വിക്രത്തിന് വിഷം കൊടുത്ത് കൊല്ലാനായി അവരുടെ പ്ലാൻ. പക്ഷെ ഇതൊന്നും ഏട്ടന് അറിയില്ല. 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. ഇത് കേട്ട് കമലം പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇനി എനിക്ക് ഒരു മകളായി അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഇങ്ങനൊരു മരുമകളെ എനിക്ക് വേണ്ട. നിരമാഷി പറയുന്നുണ്ട്, എടി ദുഷ്ടത്തി, എന്റെ മകനെ കൊല്ലാൻ ഈ ആഹാരത്തിൽ വിഷം ചേർത്തല്ലേ? എന്നെ അങ്ങനെ വെറുതെ വിടില്ല. നേരം ഏതേയും വിക്രത്തിനെ നോക്കി പറയുക, എന്നോട് ക്ഷമിക്കണം, ഈ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല. ആ നേരം ആഷി പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. നീ വിനായകൻ തീരുമാനിക്കും നീയുമായുള്ള ബന്ധം ഇനി തുടരണമോ വേണ്ടയോ എന്ന്. ഇറങ്ങി പോടി ഇവിടുന്ന്. നേരം എല്ലാ പേരും ഇതിനെ ആട്ടി ഇറക്കുന്നുണ്ട്. നേരം വിക്രവും വേദയും നോക്കി നിൽക്കുക. നേരം വേദ ശ്രീകാന്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, നിങ്ങള് വിക്രത്തെ കൊല്ലാൻ നോക്കിയല്ലേ? വിഷം കൊടുത്ത് നന്ദിനിയേട്ടത്തെ വിനായക ചേട്ടനെയും കൂട്ടുപിടിച്ച് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 10 ലക്ഷം രൂപ അവർക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതിന് നിങ്ങളെ കൊണ്ട് സമാധാനം പറയിക്കും. ഇനി എല്ലാ സത്യങ്ങളും ഞാൻ തെളിയിക്കും. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അന്നേരം ശ്രീകാന്ത് ഞെട്ടിത്തെരിച്ച് പേടിച്ച് വിറച്ചു നിൽക്കുക.